இல்லை, இனி ஏதும் தடங்கள் இல்லை. எப்போதும் நெஞ்சில் தொல்லை, தூக்கங்களும் இல்லை, இதை மீறி புகார்கள் இல்லை. நெருங்கி நீ நேரில் முத்தங்கள் தராத போதும் எரிந்திடும் முத்தம் காற்றிலே வந்தாக வேண்டும். தடுக்கி நீ வீழ வேண்டும் என்று கூட ஆசை உண்டுதான். தடுத்து நான் தாங்கிக் கொண்டு தூக்கி செல்ல வேண்டும் என்றுதான். மாறா மனம் இரண்டும் ஒன்றாய் சேர்ந்ததென்ன, தவிப்புகளும் தானாய் தீர்ந்ததென்ன, நீ இன்றி நான் இல்லை. You don't really need a best friend. I think that's true. ഗംഗ ചേച്ചി എന്ന് പറയുമ്പം എനിക്കൊരു മോർ ദാൻ എ സിസ്റ്റർ, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പോൾ അമ്മ അറിയാണ്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കുറേ സീക്രറ്റ്സ് ഗംഗ ചേച്ചി അറിയാണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ അമ്മ അറിയാണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഒരു ലൈഫ് ലോങ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഗംഗ ചേച്ചി. ഞങ്ങൾക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. ഇപ്പം കുഞ്ഞിലേക്ക് ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു, എപ്പോഴും അടിയായിരുന്നു. പക്ഷേ ചേച്ചി ഹോസ്റ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഭയങ്കര മിസ്സിങ് ഫീലായി തുടങ്ങിയത്. ഞാൻ ഭയങ്കരമായിട്ട് ചേച്ചീനെ മിസ് ചെയ്തു. എനിക്ക് ഒരു ബ്രദറിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ വിവേകേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ചേട്ടന് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ എന്നെ ഭയങ്കര ഓൺ സിസ്റ്ററായിട്ട് വരുന്ന ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഗംഗ ചേച്ചി ഇപ്പം മാരീഡ് ആവുമ്പം ലൈക്ക് നമ്മൾ റിയലി മിസ് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചാണ് ബെഡ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ആ സമയത്ത് തന്നെ കുറേ ബെഡ് ടൈം സ്റ്റോറീസും ഗോസിപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. ഇനിയിപ്പോൾ ചേച്ചി വന്നാലും ഞങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ടൈം കിട്ടുമോയെന്ന് അറിയില്ല. എന്നാലും ചേട്ടനുമായിട്ട് ബോണ്ട് ചെയ്ത് ഞങ്ങൾ കുറച്ചുകൂടെ ചേച്ചിയുടെ ആ ഒരു താലി കെട്ടുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞങ്ങൾ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഈക്വലി പ്ലാൻ ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അപ്പം ആ താലി കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ് ചേച്ചിയുടെ ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കും. അപ്പം ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇമോഷണലും ആണ്. ആ ഒരു ഇനി കുറച്ചൊരു ഡിസ്റ്റൻസ് ആണല്ലോ, ഈവൻ ദോ നമ്മൾ ലൈക്ക് സ്റ്റിൽ എ ഫാമിലി എന്ന് പറഞ്ഞാലും ദർ ഇസ് എ ഡിസ്റ്റൻസ്. സോ ഐ തിങ്ക് കുറച്ചൊരു ഇമോഷണലാണ് ഞാൻ ആ കാര്യത്തിൽ. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസമാണ്. എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. കുറേ നാളായിട്ടുള്ളൊരു ഡ്രീമായിരുന്നു ഇന്ന് ഫുൾഫിൽ ആവാൻ പോകുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഗ്രൂമിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളി എങ്ങനെ ആയിരിക്കും എന്ന് അറിയാനായിട്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. എൻ്റെ മാത്രമല്ല, എനിക്കൊന്ന് എല്ലാ ഗേൾസിനും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. நடந்ததை மெல்ல மெல்ல நீயும் சொல்ல தோளில் சாய்க்கவோ. மாறா மனம் இரண்டும் ஒன்றாய் சேர்ந்ததென்ன, ஈரா தவிப்புகளும் தானாய் தீர்ந்ததென்ன, எதிலும் மாறா மனம் இரண்டும் ஒன்றாய் சேர்ந்ததென்ன, தவிப்புகளும் தானாய் தீர்ந்ததென்ன, நீ
അജ്ഞാനനിബിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ഗഗനസദൃശ്യം തത്വമസ്യം നമാമി. കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ വാർത്തിക്കോ രാവിവൻ തോണി നിൻവരം എണ്ണി എണ്ണി തട്ടെണ്ണം ഒരുടങ്ങിയാൽ നിന്നിടം
పవన జస్తుతి పాత్ర పవన చరిత్ర పవన జస్తుతి పాత్ర పవన చరిత్ర రవి సోమవర నేత్ర రమణీయ గాత్ర పవన జస్తుతి పాత్ర పవన చరిత్ర రవి సోమవర నేత్ర రమణీయ గాత్ర సీతా కళ్యాణ వైభోగమే రామ కళ్యాణ వైభోగమే పవన జస్తుతి పాత్ర పవన చరిత్ర రవి సోమవర నేత్ర రమణీయ గాత్ర సీతా కళ్యాణ వైభోగమే రామ కళ్యాణ వైభోగమే. सर्वलोकाधार समरैकधीर सर्वलोकाधार समरैकधीर गर्वमानसदूर कनकागधीर सर्वलोकाधार समरैकधीर गर्वमानसदूर कनकागधीर. Hare
ರಾಧೆ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನು ಮನವ ಮರೆಸಿ ನಿಂದನು. ನಲಿದಿವೆ ಕೇಳು ಯಾರೇ ವರನೆಂದು ನಗುತ್ತಿವೆ ನೋಡು. ಪರಿಚಯ ಪರಿಧಿ ಮೀರು ವರುಷ ಪರಿಣಯ ಪದವ ಹಾಡು ಹರುಷ. ನೀಲಮೇಘ ಶ್ಯಾಮನು ರಮೆಯ ರಮಿಸ ಬಂದನು. ರಾಧೆ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನು ಮನವ ಮರೆಸಿ ನಿಂದನು. ಇಳೆಯು ಮಳೆಯ ಸಿಳಿದಿರೋ ಹಾಗೆ ಮನದ ತನನ ಹೀನಿಯನೆ ಹೀಗೆ ಸನಿಹ ಸನಿಹ ಕೋರುವೆ ನಾ ಮರಳಿ ಪುನಃ ಸೋಕುವೆ ಈ ಕಣ್ಣಿಗೆ ಸಂಕೋಚ ಸಾಕಾಗಿದೆ ನಾಮೆಲ್ಲಗೆ ಸಲ್ಲಪವ ಮಾಡಲಿ. ಕೃಷ್ಣನ ಪ್ರೇಮಕ್ಕೆ ಬೇರೆಯೇನು ಕೊಳದಲ್ಲಿ ಕುಮುದೆಗೂ ಈರ್ಷೆ ಕಾಣು. ಕೊಳಲಿನ ಕೊರಳಲು ರಾಗ ನೀನು. ರಾಧೆ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನು ರಮೆಯ ರಮಿಸ ಬಂದನು. ರಾಧೆ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನು ಮನವ ಮರೆಸಿ ನಿಂದನು. ಮಾಂಗಲ್ಯಂ ತಂತುನಾನೇನ ಮಾಂಗಲ್ಯಂ ತಂತುನಾನೇನ ಮಾಂಗಲ್ಯಂ ತಂತುನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ. ಮಾಂಗಲ್ಯಂ ತಂತುನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ. ನಾದ ಸ್ವರವೆಲ್ಲ ನಲಿದಿರಲು ಯಾರೇ ವರನೆಂದು ನಗುತ್ತಿರಲು. ಪರಿಚಯ ಪರಿಧಿ ಮೀರು ವರುಷ ಪರಿಣಯ ಪದವ ಹಾಡು ಹರುಷ. ರಾಧೆ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನು ಮನವ ಮರೆಸಿ ನಿಂದನು.
മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ ഉള്ളിലീറൻ തെന്നലായൻ മുന്നിൽ വന്നു നിന്നാൽ പെണ്ണേ മാംഗല്യം മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാ ഞങ്ങളുടെ കസിൻസിലെല്ലാം എൻ്റെ ഏജിനോട് വരുന്ന ലൈക്ക് എൻ്റെ സെയിം ഏജ് ഉള്ള ആളാണ് ഗംഗ. അപ്പം ഞങ്ങൾക്ക് തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ള കസിൻസിനെക്കാട്ടിലൊരു വേറൊരു കൈൻഡ് ഓഫ് ബോണ്ടാണ് വരുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. എല്ലാ കാര്യത്തിലും അവൾ ഞാനായിട്ട് ലൈക്ക് എല്ലാം ഡിസ്കസ് ചെയ്യും. അവളുടെ എല്ലാ ലൈക്ക് നമ്മളെല്ലാ കാര്യങ്ങളും കോളേജിലെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത്. അപ്പം ലൈക്ക് വിവേകിൻ്റെ ഒരു പ്രപ്പോസൽ ഇങ്ങനെ വന്നപ്പോൾ അതും എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ശരി ആളെങ്ങനെയുണ്ട്, കൊള്ളാവോ, ഞാനായിട്ട് മാച്ചുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുക. അവൾക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കല്യാണം, അവൾക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് കല്യാണത്തിനെ പറ്റി. അപ്പോൾ അവളുടെ വൈബായിരിക്കണം, അവളെപ്പോലെ ചില്ലായിട്ട് നടക്കുന്ന ഒരാളായിരിക്കണം, അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാവരുത്. അപ്പം എല്ലാം കൂടി എനിക്ക് തോന്നുന്നത് വിവേക് ഭയങ്കര എന്താ പറയുക, അത് അവളുടെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ അവൾ ചൂസ് ചെയ്തെടുത്ത കറക്റ്റ് അവളുടെ ചോയ്സ് ആയിരുന്നു അത്. പിന്നെ എന്താണ്, കല്യാണം വരുമ്പം ഞങ്ങൾ ഒരു വർഷം കല്യാണം എന്ന് പറയുമ്പോൾ 1 വർഷത്തിന് മേളിലായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക, കല്യാണത്തിന് എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഡ്രസ്സ് എവിടെ, ഇങ്ങനെയെല്ലാം. അപ്പം അവളുടെ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കല്യാണം പോലെ ഞാൻ കാണുന്നത്. ലൈക്ക് അതുപോലെ എല്ലാ കാര്യത്തിലും എനിക്കായിരുന്നു ടെൻഷൻ. സാരി എന്താ, ഓർണമെൻറ്റ്സ് എവിടെ നിന്ന് എടുക്കണേ, അതെന്താ, ലിപ്സ്റ്റിക് എന്താ, ലൈക്ക് ബ്യൂട്ടി പാർലർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്കായിരുന്നു ടെൻഷൻ. എൻ്റെ കല്യാണം പോലെ ആയിരുന്നു ടെൻഷൻ. എൻ്റെ വീട്ടുകാർ ചോദിക്കും, ഇത് നിൻ്റെ കല്യാണമാണോ അവളുടെ കല്യാണമാണോ എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാനായിരുന്നു എപ്പോഴും അവളെ വിളിച്ചിട്ട് ഇത് റെഡിയായോ, ഞാൻ വിളിച്ച് ചോദിക്കാം, ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്കെന്താ എല്ലാം കൊണ്ടും എൻ്റെ ഒരു കല്യാണം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെന്താ പറയുക, ഫസ്റ്റ് ലുക്ക് ഞങ്ങൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടാണ് ഗംഗയുടെ ഫസ്റ്റ് ലുക്ക്. ലൈക്ക് അവളുടെ എങ്ങനെ വേണം, മുടി എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈം അവളെ കണ്ടപ്പോൾ എന്താ തോന്നി, എനിക്ക് പണ്ടത്തെ ഗംഗേനെ, ലൈക്ക് എൻ്റെ കസിൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. അങ്ങനെ ആ ആളിൽ നിന്ന് പെട്ടെന്ന് ഒരു കല്യാണ സാരിയിൽ ഒരു ബ്രൈഡായിട്ട് കണ്ടപ്പോൾ ലൈക്ക് ഭയങ്കര ഒരു ഇമോഷണൽ, അതെനിക്കറിയില്ല എന്താ തോന്നുന്നത്. എനിക്കിങ്ങനെ ഒറ്റയടിക്ക് നമുക്കിങ്ങനെ എന്താ കണ്ണിലിങ്ങനെ പെട്ടെന്ന് മറന്നിങ്ങ് പോയി. നമ്മുടെ പഴയ ഭയങ്കരമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ണിലൂടെ ഇങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം അങ്ങ് പോയി. അപ്പോൾ പെട്ടെന്ന് അവളിപ്പോൾ ബ്രൈഡായിട്ട് നിന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു കാണാനായിട്ട്. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഭയങ്കര എന്താ പറയുക, അവൾ ഒത്തിരി വളർന്നു പോയി. നമ്മൾ അങ്ങനെയായിരുന്നു നടന്നത്, പിള്ളേരെ പോലെ ആയിരുന്നു നടന്നത്. അപ്പോൾ അവൾ പെട്ടെന്ന് വളർന്ന് കല്യാണമായി എന്നൊക്കെ കണ്ടപ്പോൾ ലൈക്ക് ഭയങ്കര സങ്കടവും സന്തോഷം എല്ലാം കൂടെ വന്നു. തലേ ദിവസമാണെങ്കിൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. എടി നീ കല്യാണം കഴിക്കാൻ പോവല്ലേ, നീ കല്യാണം കഴിക്കാൻ പോവാ, ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, നീ കല്യാണം കഴിക്കാൻ പോവാ, നീ കല്യാണം കഴിച്ചു പോവല്ലേ, ഇത് തന്നെയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഒരുപാട് മിസ് ചെയ്യും അവളെ. പിന്നെ അവൾ UK-ലായിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പം എപ്പോഴും വിളിക്കും. ഇനി കല്യാണമൊക്കെ കഴിയുമ്പോൾ വിളിയൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ശരിക്കും മിസ് ചെയ്യും. എന്താ പറയുക, പക്ഷെ വിവേക് ഞാനായിട്ട് ഭയങ്കര, ഞങ്ങൾ 3 പേരും ഭയങ്കര കമ്പനിയായിരുന്നു. എനിക്കതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇവള് കല്യാണം കഴിക്കുന്ന ആള് ഞാനുമായിട്ടും കൂടെ കമ്പനി ആവണം എന്നെനിക്കുണ്ടായിരുന്നു, അവൾക്കും അതുണ്ടായിരുന്നു. അപ്പം അതെന്തായാലും അങ്ങനെ വന്നു. വിവേകും ഞാനും ഒക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറേ നാൾ മുമ്പ് തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവളുടെ ഹസ്ബൻഡ് ഞാനുമായിട്ടും ഭയങ്കര കമ്പനി ആകുമ്പം ഞങ്ങൾ 3 പേരും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ വന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതും. ഇപ്പം അവളും പറയും ഞാൻ കല്യാണം കഴിക്കുന്ന ആളാണെങ്കിലും അവൾക്കും അതുപോലെ എന്നെപ്പോലെ തന്നെ ആയിരിക്കണം അയാൾ, അങ്ങനെ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള ആൾ ചൂസ് ചെയ്യണം, അങ്ങനെ ഒരാൾ വരുമോ. ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ കൺസേൺ ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കല്യാണ പെണ്ണായിട്ട് വരിക. ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് ഒന്നിച്ചിരിക്കുമ്പോൾ എടി കല്യാണ പെണ്ണാകുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഞങ്ങൾ ഭയങ്കര ചെറുപ്പം തൊട്ട് ഞങ്ങളിങ്ങനെ ഒരു കല്യാണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കുന്ന ആളെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു വിവേക് ലൈക്ക് പെർഫെക്റ്റ്. എനിക്ക് അത്രയ്ക്കേ പറയുള്ളൂ, പെർഫെക്റ്റ്. എൻ്റെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മാജിക്കലായിട്ടാണ് ഫീൽ ചെയ്തത്. ഗംഗ ചേച്ചി ആ ഒരു എൻട്രി ഒക്കെ ആയിട്ട് താലമൊക്കെ പിടിച്ചു വന്നപ്പം ശരിക്കും നമ്മൾ പിന്നെ താലി കിട്ടുന്ന സമയത്താണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി. കാരണം നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഡ്രീം ചെയ്ത് ഗംഗ ചേച്ചിയുടെ ഒപ്പം തന്നെ ഞങ്ങളും ഒരേപോലെ ഡ്രീം ചെയ്തിരുന്നൊരു മൊമെൻ്റ് ആയിരുന്നത്. അപ്പോൾ ശരിക്കും അത് മാജിക്കലായിരുന്നു. അത് ഞങ്ങൾക്ക് ആ സമയത്ത് എൻ്റെ അമ്മേനെയൊക്കെ കണ്ടറിയാം, ഞങ്ങൾ ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു. കാരണം ഞങ്ങളിങ്ങനെ കുറേ നാളായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നോണ്ടായിരിക്കണം ഇത്രയും ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇത് ഫീൽ ചെയ്തത്. ഗംഗ ചേച്ചിനെ രാവിലെ കണ്ടപ്പം ലൈക്ക് ഭയങ്കര ഷി വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഗംഗ ചേച്ചിയുടെ ആ ഒരു ഗംഗ ചേച്ചി ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു ലുക്ക് ആയിരുന്നു വന്നിരുന്നത്. അപ്പം നമ്മൾ ഇത്രയും നാളും കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ലുക്കിൽ ചേച്ചിനെ കാണാൻ പറ്റി. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ് പോകുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഇത്രയും നാളും നമ്മൾ ഫാമിലി ഓഫ് 4 ആയിരുന്നു, ഇന്നോ ഒരു ഫാമിലി ഓഫ് 5 പോവാണ്. പിന്നെ ചേച്ചി ഇനി കൂടുതൽ ടൈം അവിടെയൊക്കെ ആയിരിക്കും. അപ്പം നമുക്കിങ്ങനെ ഒരു ഷെയറിങ് ആണ് അവിടെ വരുന്നത്. അതേസമയം ഇത്രയും നാൾ നമ്മൾ ഫുൾ ടൈം നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇനിയിപ്പോൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ വരും. മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം, വഴിയാകെ നിറമേകും നറുമുല്ല പൂവതു വേണം. മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം, വഴിയാകെ നിറമേകും നറുമുല്ല പൂവതു വേണം. വെണ്ണിലാവിൻ വെള്ളി പൂടവ വേണം, പെണ്ണിൻ കുറി വരയ്ക്കാൻ തിങ്കൾ കലയും. മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ, മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ, മാംഗല്യം മിഴിയാളിൻ കരവാളായി, മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം. കണ്ണേ വന്നാമി ശോകേ ത്വം ജീവ ശരദാശദം, മാംഗല്യം തന്തു നാനേന മമ ജീവന ഹേതുന. ദീപം ജ്വലിക്ക കോലം എഴുതി മംഗളവാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதி